മഹാദേവൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്ന സ്ഥലം. ആലോചിച്ച് നോക്കൂ, നമ്മൾ കേദാർനാഥിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് സോനപ്രയാഗിൽ നിന്ന് 12-13 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മഹാദേവൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്ന സ്ഥലം എന്ന് വെച്ചാൽ എല്ലാ ഈശ്വരന്മാരെയും, സകല ഈശ്വരന്മാരെയും, മുക്കോടി എല്ലാ ഈശ്വരന്മാരുടെയും സാന്നിധ്യമുള്ള സ്ഥലം. നമ്മൾ വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാവരും അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രത്യേക കാര്യമുണ്ട്. അന്ന് അഗ്നിക്ക് സാക്ഷിയായുള്ള മംഗല്യം നടത്തുക, വിവാഹം നടക്കുക. ആ അഗ്നി ഇന്നും അണഞ്ഞിട്ടില്ല. ഇവിടെ ഇന്നും അത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അവിടെ ത്രിയോഗി 3 കുണ്ടങ്ങളാണ്. ബ്രഹ്മാകുണ്ട, വിഷ്ണു, ആ യാഗം നടന്ന കല്യാണ സമയം നാമത്തുള്ള കുണ്ടവും. അങ്ങനെ ഇഷ്ടംമാരി അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറയേണ്ട അമ്പലമാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടെ വരാൻ സാധിച്ചു. ഇപ്പോൾ വരണ്ട പ്രത്യേക സാഹചര്യങ്ങളിൽ പോകാൻ ഒരുങ്ങിയതാണ്. പക്ഷേ ഭഗവാനും ഭഗവതി ഇവിടെ വിളിച്ചു, ഇങ്ങോട്ട് തന്നെ വന്നു. വരാനുള്ള സാഹചര്യം ഉണ്ടായി. മെഡിറ്റേഷൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നിൽക്കുന്ന ആളുകളോട് വരണം. കാരണം ശിവശക്തിയുടെ ഐക്യം സംഭവിച്ച സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ സാധന ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മാറ്റമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ത്രിയോഗി നാരായണ ടെമ്പിൾ